ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ RSPക്കും UTUCക്കും നിർണായകമായ സ്വാധീനമുണ്ടായിരുന്ന തിരുവിതാംകൂറിൻ്റെ വ്യാവസായിക മേഖല തലസ്ഥാനമെന്നറിയപ്പെടുന്ന കൊല്ലത്ത് ഇന്നൊരു വ്യവസായവും ഇല്ലാത്ത അവസ്ഥയായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ RSPയെ പിന്തള്ളിക്കൊണ്ട് അവിടെയെല്ലാം CITU കടന്നു വന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നത് രാഷ്ട്രീയം മാറി, എൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ച വന്നു. CITU വന്നതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കൊല്ലത്തൊരു വ്യവസായവും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊല്ലം എത്തിയിരിക്കുന്നു. ഇതൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്താണ് ഇങ്ങനൊരു തകർച്ചയ്ക്ക് നേരിട്ടത്? RSP ഒരു കാലഘട്ടത്തിൽ അവകാശ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ആ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന തൊഴിലാളികളെ അനാവശ്യമായ അവകാശവാദങ്ങളും മോഹങ്ങളും കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ വ്യവസായങ്ങൾ തന്നെ ഇല്ലാതായ ഒരു സാഹചര്യവും സംജാതമായിരിക്കുന്നു. CITUവിന്റെ വരവ് അത് കൊല്ലത്തെ വ്യവസായ മേഖലയെ തകർച്ചയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അല്ല, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിണാമം നോക്കിക്കഴിഞ്ഞാൽ 80കൾ ഇടതുപക്ഷ ഐക്യം വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഈ മേഖലയിലൊക്കെ UTUCയെ പിന്തള്ളിക്കൊണ്ട് CITUവിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ കശുവണ്ടി മേഖല UTUCയുടെ ഒരു കുത്തകയായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി CITUവിൻ്റെ കടന്നുകയറ്റം വന്നു. ഇപ്പോൾ എന്താണ്? കശുവണ്ടിയും തീർന്നു കിട്ടി കൊല്ലത്ത്, കശുവണ്ടി വ്യവസായം തീർന്നു കിട്ടി. ഇത് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? എവിടെയൊക്കെ UTUCയെ പിന്തള്ളി CITU മുന്നോട്ട് വന്നിട്ടുണ്ടോ ആ വ്യവസായം അവിടെ അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് IRE. കഴിഞ്ഞ 55 വർഷമായി പ്രവർത്തിക്കുന്ന IRE ഇന്നും CITU അവിടെ നാമമാത്രമായിട്ടുള്ളത് കൊണ്ട് ആ സ്ഥാപനം മാത്രം ഇന്നും ലാഭകരമായി പോകുന്നു. അതാണ് ഇതിൻ്റെ വ്യത്യാസം.